ഈ ടീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ വെറൈറ്റി എന്ന് പറഞ്ഞൊരു ചാനലിൽ, ഈ യൂട്യൂബ് ചാനലിൽ സ്ട്രീം ചെയ്ത വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം SS രാജമൗലിയുടെ വാരണാസി ടു ദ വേൾഡ് എന്നുള്ള ആ ഒരു മൂവിയുടെ ഫസ്റ്റ് ലുക്ക് അനൗൺസ് ചെയ്തു. അപ്പോൾ ആ ഒരു 2 മണിക്കൂർ നീണ്ടു നിന്ന പ്രോഗ്രാമായിരുന്നു. അതിനിടയിൽ ഇവർ ആ ഒരു വലിയ സ്ക്രീനിൽ രാജമൗലി ഐമാക്സിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു വിഷ്വലിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു ആ വീഡിയോ പ്ലേ ചെയ്തപ്പോഴത്തേക്ക് സ്റ്റക്കായി സ്ക്രീനിൽ. ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ആ സിറ്റുവേഷൻ ആങ്കർ ഒരു വിധമൊക്കെ പറഞ്ഞ് റെഡിയാക്കി. ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഇലോൺ മസ്ക് ആദ്യമായിട്ട് സൈബർ ട്രക്ക് അൺവെയിൽ ചെയ്തിട്ട് അതിൻ്റെ ഗ്ലാസ് അൺബ്രേക്കബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പാർക്കെല്ലാം കണ്ടെടുത്ത് എറിഞ്ഞ് സംഭവം ഈ പ്രസിൻ്റെ മുമ്പ് തന്നെ മാന്യമായിട്ട് അതങ്ങ് പൊട്ടി. പിന്നെ പുള്ളി അതിനകത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചൊക്കെ ഒരു വിധമൊക്കെ അത് പറഞ്ഞൊക്കെ സെറ്റാക്കി. അതുപോലെയായിരുന്നു ഈ സാധനം പ്ലേ ചെയ്തിട്ട് സംഭവം സ്റ്റക്കായി. ഇനി അത് പ്ലേ ചെയ്യുന്നുണ്ടാവുന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ലൈവ് സ്ട്രീം ആയിരുന്നു, റെക്കോർഡഡ് വീഡിയോ എടുത്ത് സ്ട്രീം ചെയ്തതല്ല, ലൈവ് സ്ട്രീം ആയിരുന്നു. സോ കീരവാണി കാണിക്കുന്നുണ്ട്. അത് യൂട്യൂബിൽ വന്ന ആ ടീസർ വീഡിയോയുടെ ഫസ്റ്റ് ലുക്ക് അൺവീൽ ചെയ്തുകൊണ്ടുള്ള ടീസർ വീഡിയോയുടെ സാധനം ഒരു വലിയ സ്ക്രീനിൽ, അതായത് എനിക്ക് തോന്നുന്നു ബാഹുബലിയുടെ സെറ്റിട്ട് ആ സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു, റാമോജി ഫിലിം സിറ്റിയിലായിരിക്കാം. ഗംഭീര പരിപാടിയാണ്. ഞാൻ ഈ ചാനലിൻ്റെ ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് ഈ മൂവിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഉടനെ വരാനുള്ള പരിപാടിയൊന്നുമല്ല, ഫസ്റ്റ് ലുക്കാണ്. സ്ക്രീൻ വൈഡ് ആവുന്നു. ഞാൻ വിചാരിച്ചു ഈ സ്ക്രീനിൽ ഇത് പ്ലേ ആവില്ലെന്നാണ്, കാരണം ഇത് LED വാളാണേ അവരത് റെഡിയാക്കിയത്. എൻ്റെ എന്തോ മെമ്മറി ഇഷ്യൂ ആണ് വന്നത്. സോ ഇനിഷ്യലി തന്നെ രാജമൗലിയുടെ സിഗ്നേച്ചർ ക്യാമറ ടേൺ, അന്റാർട്ടിക്ക, ഇത് നമ്മൾ RRRലാണ് ശ്രദ്ധിച്ചത്. ഇൻവേർട്ട് ടേൺ, അവിടെ നിന്ന് ട്രാൻസിഷനായിട്ട് ആഫ്രിക്ക, അങ്ങനത്തെ ഒരു പാരച്യൂട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഇരുന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നവന്മാർ ഞെട്ടിയിട്ടുണ്ടാവും. സൗണ്ട് വരെ കൊടുത്തിട്ടുണ്ടാവും. വനാഞ്ചൽ ഉഗ്രപതി കേവ് 7200 BC, ലങ്ക നഗരം. സോ ഇപ്പോൾ ടൈം ട്രാവൽ പരിപാടിയാണെന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് വ്യക്തമാവുന്നത്. കീരവാണിയുടെ മ്യൂസിക് ഗംഭീര പരിപാടിയാണ്. ശരിക്കും രാജമൗലിയുടെ മൂവീസിൻ്റെ ഒരു സോളാണ് കീരവാണിയുടെ മ്യൂസിക് എന്ന് പറയുന്നത്. മണികർണിക ഘാട്ട്, വാരണാസി, മഹേഷ് ബാബു. ഈ മഹേഷ് ബാബു എന്ന ആക്ടറിന് പണ്ട് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ ഈ ദേവന്മാർ അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ എംബഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫേസാണ് അത്. പൊതുവേ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഈ ദൈവികമായിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള മൂവീസിൻ്റെ രാജാക്കന്മാരാണ് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. രാമറാവു, അതുപോലെ അവർക്ക് അങ്ങനെ ഒരു വലിയ ലീനിയേജ് തന്നെ ഉണ്ട്. സോ അങ്ങനെ ആ ഒരു ഫേസാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ക്ലീൻ ഷേവ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന് എപ്പോൾ മൂവീസ് കണ്ടാലും ക്ലീൻ ഷേവ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ദേവന്മാരുടെയൊക്കെ ഫേസായിട്ട് വയ്ക്കാൻ പറ്റുന്നൊരു മുഖമാണ്. ചിലപ്പോൾ അതായിരിക്കാം രാജമൗലി ഇദ്ദേഹത്തിൽ കണ്ടിരിക്കുന്നത്. താടിയൊക്കെ വെച്ചിട്ടാണ്. രുദ്ര, ഇത് ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മുടെ സിനിമാസ്കോപ്പിക് സ്ക്രീനിൽ ഇത് 2 സൈഡും കട്ടായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ലോകയിലൊക്കെ കണ്ട മാതിരി അത് ബോറാണ്. മ്യൂസിക് എന്താ ഗ്ലോബ് ട്രോട്ടർ, ടൈം ട്രോട്ടർ. വില്ലനെ കാണിച്ചില്ലല്ലോ. സോ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ അപ്പുറത്തെ സാധനമായിരിക്കും വരാനിരിക്കുന്നത്. ഇതിപ്പോൾ പുള്ളി എൻ്റെ ഫസ്റ്റ് ലുക്ക് എന്നുള്ള നിലയിൽ അത്യാവശ്യം കുറച്ച് ഗ്രാഫിക്സൊക്കെ പുള്ളിയുടെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും ആയിരിക്കുമല്ലോ സാധനം. ഇതിൻ്റെ അപ്പുറത്തെ പരിപാടിയായിരിക്കും പിന്നിൽ ഒരുങ്ങുന്നത്. അതായത് സെറ്റൊക്കെ ബാഹുബലിയിൽ കണ്ട മാതിരി സെറ്റ്, അവരുടെ സെറ്റ് എന്ന് പറയുന്ന കോൺക്രീറ്റിലൊക്കെ ഉള്ള സെറ്റാണ്. കാരണം കാലങ്ങളോളം അത് എക്സിബിഷൻ സെൻറ്ററായിട്ടും അത് പിന്നെ പബ്ലിക്കിന് എക്സിബിറ്റ് ചെയ്യത്തക്ക വിധത്തിലൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പൈസ മുടക്കിയാൽ അത് തിരിച്ച് മുതലാക്കണമെന്നുള്ളത് തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് രാജമൗലി, അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ടീമിന് നല്ല ഐഡിയ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വരാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്കവാറും 1 വർഷമോ 2 വർഷമോ എടുക്കും ഈ സിനിമ. എൻ്റെ ഒരു കണക്കനുസരിച്ച് അങ്ങനെയാണ്. കാരണം ബാഹുബലി അങ്ങനെയാണ്. ബാഹുബലിയുടെ ഒരു ഫസ്റ്റ് ലുക്ക് എന്നല്ല, കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ വന്ന് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് പുള്ളിയുടെ ഒരു മാജിക്കാണ്. ഈ ഒരു കൊച്ച് വെത്ത് ഇങ്ങനെ ഇട്ട് തരും, ഈ ചെറിയൊരു സംഭവം ഇട്ട്, അത് തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഇട്ട് തന്നിട്ട് പിന്നെ അതിനെ അങ്ങോട്ട് പണി നടക്കുന്നതൊന്നും പിന്നെ അപ്ഡേറ്റ് ഒന്നും വരത്തില്ല. ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വന്നാലായി, പക്ഷേ ഒന്നും അൺവെയിൽ ചെയ്യത്തില്ല. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. പിന്നെ സെറ്റൊക്കെ എടുത്ത് ചിലപ്പോൾ കാണിച്ചു തരും, ഇങ്ങനെയൊക്കെയാണ് പരിപാടി എന്ന് കാണിച്ചു തരും എന്നുള്ളതല്ലാണ്ട് മൂവിയുടെ ഒരു കാര്യങ്ങളും അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. അതും രാജമൗലിയുടെ ഒരു ഡയറക്ടോറിയൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ബ്രില്യൻസ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ഇതിലെന്തൊക്കെയാണ് പുള്ളി പറയുന്നത്? ഓക്കെ, ഇതൊരു വലിയ ഗ്രാൻഡ് പരിപാടിയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ഹിന്ദി റൈറ്റ്സ് ആയിരിക്കുമോ ടിപ്സിന് കൊടുത്തിരിക്കുന്നത്. എല്ലാ ചാനൽസിനും ഷെയർ ചെയ്തിരിക്കുന്നതാണ്. ഒരൊറ്റ
അതിന് പ്രത്യേകിച്ച് ലാംഗ്വേജ് ഇല്ലല്ലോ, ഒരൊറ്റ സാധനം പല പല ചാനൽസിൽ ഇത് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, വാരണാസി മൂവി ഒഫീഷ്യൽ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്തും ഈ വീഡിയോ 7 മില്യൺ അടിച്ചിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി ആണെന്ന് തോന്നുന്നു. ഇങ്ങനൊരു മൂവിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ചാനലുണ്ടാക്കുക, അതിൽ ഈ മൂവി അപ്ലോഡ് ചെയ്യുക, ഈ ടീസർ അപ്ലോഡ് ചെയ്യുക. ആൻഡ് മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 1,11,000 അല്ലേ, യെസ് അതെ, 10 മില്യൺ ആണോ 1 മില്യൺ ആണോ, ഓക്കെ, എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഈ ഒരൊറ്റ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ 7 മില്യൺ വ്യൂസും അടിച്ചിട്ടുണ്ട്. SS രാജമൗലി വാരണാസി. ഞാൻ ആ ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കൗതുകങ്ങൾ. പിന്നെ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, കാന്താര വന്നപ്പോൾ ഞാൻ കാന്താര വേഴ്സസ് രാജമൗലിയുടെ ബാഹുബലി ഇങ്ങനൊരു വീഡിയോ ചെയ്തതാണ്. എൻ്റെ കുറച്ച് വ്യൂസൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ് അതിനകത്ത്. അപ്പോൾ അന്നേ എനിക്ക് തോന്നിയത്, ഈ രണ്ടാമത് വീണ്ടും ബാഹുബലി രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇറക്കിയതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ആ സിനിമ കാണാമായിരുന്നത്. അല്ലെങ്കിൽ എനിക്കൊന്നും കൂടെ കാണാനായിട്ടും അത് IMAX-ലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സമയം നമുക്കെങ്ങനെ കളയാനില്ല എന്നുള്ളതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. ചിലപ്പോൾ ഈ മൂവി വരുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ബിഫോർ ഇട്ട ഒരു സംഭവമായിരിക്കാം. എന്നാൽ ആ സിനിമയും കൂടെ ഒന്ന് അത് ഇപ്പോൾ അവതാർ അടുത്ത സീരീസ് വരുന്നതിന് മുമ്പേ പഴയ സീരീസ് ഒന്നും കൂടെ അവർ റീവർക്ക് ചെയ്ത് ഇടാറുണ്ടല്ലോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത ഒരു ന്യൂ വെർഷൻ എന്നുള്ള നിലയിൽ അവർ സിനിമ വീണ്ടും കൊണ്ടുവരാറുണ്ട്, ആ സിനിമ ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ. അപ്പോൾ ഇത് മേ ബി അങ്ങനെ ആയിരിക്കാം പുള്ളി നമ്മളെയൊക്കെ ഒന്ന് ഓർമ്മിച്ചതായിരിക്കാം, ഞാൻ ഇവിടെ പണിപ്പുരയിലാണ്, ഇനി അടുത്ത സാധനമായിട്ട് ഞാൻ വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചന തന്നതായിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും നല്ല VFX CG ഇതൊക്കെ ഉള്ള മൂവി ഞാൻ ഉണ്ടാക്കിയതാണ്, അത് ഒരു ബെഞ്ച് മാർക്കാണ്, അതിനപ്പുറത്തേക്ക് ഒരു സാധനവും പോയിട്ടില്ല എന്നുള്ള ഒരു വാണിങ്ങും കൂടെ ആയിരിക്കാം പുള്ളി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ രാമായണം, അതും ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഇദ്ദേഹത്തെ പോലെ തന്നെ നിൽക്കുന്ന ഒരു ഡയറക്ടർ, ഒരു സക്സസ്ഫുൾ ഡയറക്ടറാണ് ആ ഒരു മൂവി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് തന്നെ 2 മ്യൂസീഷ്യൻസാണ്, AR റഹ്മാനും ഉണ്ട്, ഹാൻസ് സിമറും ഉണ്ട്. അപ്പോൾ അത് വേറൊരു ലെവലിൽ ആ സാധനം എന്തായാലും വരും. അതിനേക്കാൾ കുറച്ചും കൂടെ അപ്പുറത്താണ് ഞാൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. ആ സിനിമയൊക്കെ ഇനി വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളത് എന്താണ് സാധനം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഗംഭീര പരിപാടിയായിരിക്കും. ഇനി അങ്ങോട്ട് പണി തുടങ്ങി. ഇനി എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് ഒരു 2 വർഷമെങ്കിലും ഇതിൻ്റെ പണിപ്പുര ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മിനിമം 1 ഇയർ. ചിലപ്പോൾ ഈ ഇത്രയും കാലം ഇദ്ദേഹം ലൈം ലൈറ്റിൽ ഇല്ലായിരുന്നത് ഇതിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പണിപ്പുരയിലായിരുന്നത് കൊണ്ടാവാം. എന്നാലും ഇങ്ങനെ ഒരു ഫസ്റ്റ് ലുക്ക് വന്ന സ്ഥിതിക്ക് ഇനിയും ടൈം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. മിനിമം 1 ഇയർ കഴിഞ്ഞ് നോക്കിയാൽ മതിയായിരിക്കും ഈ സിനിമ. കാരണം അല്ലാതെ വേറെ അപ്ഡേറ്റ്സ് ഒന്നും ന്യൂസിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഞാൻ കംപ്ലീറ്റ് അരിച്ച് പറക്കി നോക്കി, ഇത് എന്നാ വരുന്നതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇല്ല. ഇവർ ഫസ്റ്റ് ലുക്ക് അതായത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വി ഷോട്ട് ഫോർ 60 days റിസർച്ച്. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ അൺവെയിൽ ചെയ്തിട്ടുമില്ല. പിന്നെ രാമായണം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സീരീസും വരാനിരിക്കുന്നു തോന്നുന്നു. സോ ഇന്ത്യയിൽ നിന്ന് വരാൻ പോണ ഫസ്റ്റ് ഫുള്ളി IMAX-ന് വേണ്ടി IMAX-ന് വേണ്ടി ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ള, IMAX-ന് വേണ്ടി VFX ചെയ്തിട്ടുള്ള മൂവി എന്നൊക്കെയാണ് ഇതിന് രാജമൗലി അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും സിനിമ എന്ന് വരും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് പാക്കലാം. ഇപ്പോൾ നാളെ അല്ലല്ലോ, 21 നീക്കോ വരുന്നുണ്ട്. കിഷ്കിന്ദ കാണ്ഡം ടീമിൻ്റെതാണ്. ഒരു പ്രോമിസിങ് മൂവി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.